ഗുഡ് ഈവനിങ്. ഞാൻ വീണ്ടും എത്തിയിട്ടാ. ഇത്തവണയും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. കുറച്ചേ വറക്കാൻ മാത്രമല്ല ചക്ക കിട്ടി. അപ്പോൾ കുറച്ച് ഇത്ര നാൾ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വറക്കാൻ നേരം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാനിതെന്തായാലും കുറച്ചെടുത്ത് വറുത്ത് നോക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അത് വെറുതെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്ക ഞാൻ രണ്ട് തരമായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം ഇത്തിരി കട്ടി കൂടിയിട്ട് ഒരെണ്ണം കുറഞ്ഞിട്ട് അതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചക്ക എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇടാം. അപ്പോൾ ഇതാ മുകളിൽ നിന്ന് ചക്ക ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. നോക്കാം, നമുക്ക് ഒന്നെടുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വറക്കാൻ പാകമായ ചക്കയായിട്ടൊക്കെ ഉണ്ട്, പൊളിച്ച് വരുന്നുണ്ടല്ലോ. ചക്കയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ടേ. ഇതിപ്പോൾ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം തെളിച്ച് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിടാവേ. ഞാനപ്പോൾ ഉപ്പുവെള്ളം ഒഴിക്കുകയാണേ. വെള്ളം ഒഴിച്ചു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചക്ക വറുത്ത് റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിന് കളറ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി കളറ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ഇടാൻ പോകുന്നു. ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നോക്കാം. നമ്മുടെ ചക്ക ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളതിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. നമുക്കിനി ഒരു ട്രിപ്പ് കൂടി വറക്കാനുണ്ട്, അതും കൂടി എടുത്ത് വറുത്ത്. ഇതാ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട ചക്കയും ഏകദേശം മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഒരു ഉപ്പ് ഒഴിക്കുമ്പോൾ ഇനി കുറച്ച് ഉപ്പ് വെച്ചാൽ മതിയാവും. കാരണം നേരത്തെ വെച്ച് ഉപ്പ് വെളിച്ചെണ്ണയിൽ കാണുമല്ലോ. അപ്പോൾ അത്ര ഉപ്പ് ഒഴിക്കണ്ട, കുറച്ച് ഉപ്പ് വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത് നമ്മളിട്ട ചക്കയും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ കോരിയെടുക്കാം കേട്ടോ. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. എന്നാലും ഞാൻ ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വറുത്ത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കാം, എന്നാലും ഞാനൊന്നും കൂടി ഉണ്ടാക്കി. അപ്പോൾ ചക്ക വീട്ടിലുള്ളവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കാം എല്ലാവരും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.